ജോൺ ബ്രിട്ടാസ് ഇന്നലെ പറഞ്ഞു നോട്ടിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം മാറ്റാൻ പോവുകയാണ്, പകരം ഹിന്ദു പ്രതീകങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. രസകരമായൊരു കാര്യമാണ്. ജോൺ ബ്രിട്ടാസിന് അതിന് പല തരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞു എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഉത്തരങ്ങളുണ്ട്. ഈ ചോദ്യത്തിന് രണ്ട് ഭാഗങ്ങളായിട്ട് ഉത്തരം പറയണം. ഒന്ന്, ഗാന്ധിയുടെ ചിത്രം എന്നാണ് നോട്ടിൽ വന്നു തുടങ്ങിയത്? പ്രിയനറിയാമോ? 90 ആണെന്ന് തോന്നുന്നു. 96 1996 ഗാന്ധി സീരീസ് ആരംഭിക്കുന്നത്. അതായത് 1996 വരെ ഗാന്ധിയുടെ ചിത്രം നോട്ടിലുണ്ടായിരുന്നില്ല. ശരിയാണല്ലോ? അതെ. അപ്പോൾ അതുവരെ 96 വരെ ഭരിച്ചുകൊണ്ടിരുന്ന ആരാണ്? കോൺഗ്രസ് പാർട്ടിയായിരുന്നു. അപ്പം സ്വാതന്ത്ര്യം കിട്ടി 1996 വരെ ഇന്ത്യൻ കറൻസിയിൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല. ഗാന്ധിയുടെ ചിത്രം ആദ്യമായിട്ട് അച്ചടിക്കുന്ന 1969 ഗാന്ധിക്ക് 100 വയസ്സായപ്പോൾ നമ്മൾ 1 രൂപ, 2 രൂപ, 3 രൂപ, 10 രൂപ, 100 രൂപയുടെ സ്മാരക നോട്ടുകൾ ഇറക്കി. സ്പെഷ്യൽ ഒക്കേഷൻ ഇറക്കുന്ന കുറച്ച് രൂപ. അതാണ് 1969 ആദ്യമായിട്ട് ഗാന്ധിയുടെ ചിത്രം പ്രിൻ്റ് ചെയ്തത്. പിന്നെ എന്താ ഉണ്ടായിരുന്നത്? അശോകസ്തംഭം. ഈ 1969 സേവാഗ്രാമം ആശ്രമത്തിന് മുന്നിലിരിക്കുന്ന ഗാന്ധിയുടെ ചിത്രമാണ് അടിച്ചത്. അത് നോട്ട് വലിയ തോതിൽ സർക്കുലേറ്റ് ചെയ്തില്ല. കുറച്ച് നോട്ടുകൾ ആളുകൾക്ക് കളക്ഷന് വേണ്ടി കളക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന, ഇപ്പോൾ RSSൻ്റെ 100ാം വാർഷികത്തിന് കോയിൻ ഇറക്കി എന്ന് പറയുന്ന പോലെ, അതിന് അതിൻ്റെ വില 100 രൂപയുടെ കോയിനാണെങ്കിൽ 100 രൂപ കൊടുത്താൽ കിട്ടത്തുമില്ല. കാരണം പ്യുവർ വെള്ളി കൊണ്ടുണ്ടാക്കി ഉണ്ടാക്കിയ അതിന് ഈ സ്മാരകം എന്ന നിലയിൽ സ്മരണാർത്ഥം ഒരു സോവനീർ പോലെ ഇറക്കുന്നതായതുകൊണ്ട് അതിന് വില കൂടുതലാണ്. അങ്ങനെയാണ് ആദ്യമായി ഗാന്ധി 69 വന്നു. പിന്നെ 96 വരെ നോട്ടിൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല. ഇതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഗാന്ധിയുടെ ചിത്രം വെച്ച് വേണം ഇന്ത്യയിൽ നോട്ടിറക്കാൻ എന്നുള്ള വ്യവസ്ഥ ഇന്ത്യയിൽ ഒരു നിയമവും ഇല്ല, ഒരു ചട്ടവും ഇല്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ മാത്രമല്ല, പിന്നെന്താ ഉണ്ടായിരുന്നത്? ആരുടെ ചിത്രം നോട്ടിൽ വേണമെന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ ബോർഡ്, റിസർവ് ബാങ്കിൻ്റെ സെൻട്രൽ ബോർഡും കേന്ദ്ര സർക്കാരുമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ഇഷ്ടമുള്ള ആളുകളുടെ ചിത്രം നോട്ടിൽ വയ്ക്കാം. അത് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടക്കാലത്ത് നമ്മൾ 2022 ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് വാർത്തകൾ വന്നിരുന്നത്. അതായത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചിത്രം, APJ അബ്ദുൽ കലാമിൻ്റെ ചിത്രം, ഇതൊക്കെ നോട്ടിൽ വെക്കണം. അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളൊന്നും ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഇത് 2010 അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2010 ഇങ്ങനെ ചില ആളുകളുടെ, ഗാന്ധിക്ക് പുറമെ നമ്മുടെ ചില ദേശീയ നേതാക്കന്മാർ, ഉറപ്പായിട്ടും മറ്റേ പുള്ളിക്കാരൻ്റെ ഫോട്ടോയും കാണും, മറ്റേ സവർക്കറിൻ്റെ 2010 നെഹ്റുവിൻ്റെ സ്വന്തമായിട്ട് ഭാരതരത്ന എഴുതിയെടുത്ത 2 പേരാണ് ഇന്ത്യയിലുള്ളത്. എനിക്ക് എൻ്റെ കൈയാൽ ഒപ്പിട്ട് ഞാൻ തന്നെ ഭാരതരത്ന സമ്മാനിച്ച 2 പേരേ ഉള്ളൂ. ഒന്ന് നെഹ്റു, പിന്നെ ഇന്ദിരാഗാന്ധി. സ്വയം എഴുതിയെടുത്തവരാണ് എന്ന് പറയുന്ന പോലെ 2010 നോട്ടിൽ കോൺഗ്രസ് സർക്കാർ ഒരു മാറ്റം വരുത്താൻ ആലോചിച്ചിരുന്നു. ഉറപ്പായിട്ടും നെഹ്റുവിൻ്റെ ചിത്രം വെക്കാനാണ് ആലോചിച്ചിരുന്നത്. അത് പക്ഷേ നടന്നില്ല. പിന്നെ 2016 നടന്നു. നമ്മുടെ ഇവിടെ ഈ നോട്ടൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, RBI ഒക്കെയാണ് നാണയം അടിക്കുന്നതും നോട്ടടിക്കുന്നതും ഒക്കെ ഈ 2 ഏജൻസികളാണ്. അപ്പോൾ അങ്ങനെ ചർച്ചകൾ മുമ്പും നടന്നിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടാസ് പറയുന്നത് ഇപ്പോൾ ചർച്ച നടന്നൊന്നുമില്ല. 2010 നടന്നിട്ടുണ്ട്, 2016 നടന്നിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും നടന്നിട്ടുണ്ടായിരിക്കാം. അത് ചർച്ച ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? ചർച്ച ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം? അങ്ങനെ നോട്ടിൽ ഈ ഒരു ഗാന്ധിയുടെ ചിത്രം മാത്രമേ വെക്കണം എന്ന് ശഠിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടായിരിക്കും ഗാന്ധിയുടെ ചിത്രമേ വരാവൂ എന്ന് പറയാൻ കാരണം? ഗാന്ധി ആരാ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്? ആര് പറഞ്ഞു? എന്നിവിടെ നിയമമില്ല, എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ പറ്റില്ലെന്നേ. ഗാന്ധിക്ക് അങ്ങനെ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിയെ വിളിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് അത് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. സിംഗപ്പൂർ റേഡിയോയിലൂടെ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയപ്പോൾ ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് ഒരു സല്യൂട്ടേഷൻ സുഭാഷ് ചന്ദ്രബോസാണ് നടത്തിയത്. അതിനുശേഷം ഇന്ത്യയിൽ ജനാധിപത്യം വന്നു കഴിഞ്ഞ് 2 തവണ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് 2 പേര് അപേക്ഷ കൊടുത്തു. ഒരാളുടെ പേര് ലക്നൌവിലുള്ള ഐശ്വര്യ പരാശർ എന്ന് പറയുന്ന 10 വയസ്സുള്ളൊരു കുട്ടി കേന്ദ്ര സർക്കാരിന് വിവരാവകാശം വെച്ചൊരു അപേക്ഷ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഗാന്ധിയെ രാഷ്ട്രപിതാവായിട്ട് പ്രഖ്യാപിച്ച ആ ഉത്തരവിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞു. കേന്ദ്രം പറഞ്ഞു അങ്ങനൊരു ഉത്തരവില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അപേക്ഷ വന്നു. 2020 വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ വന്നു. രൂപൻ തപൻ ജെയിൻ എന്ന് പറയുന്ന ഒരാളാണ് അപേക്ഷ കൊടുത്തത്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കേന്ദ്ര സർക്കാർ ഒരു മറുപടി കൊടുത്തു. ഭരണഘടനയുടെ 18(1) അനുച്ഛേദ പ്രകാരം വിദ്യാഭ്യാസപരവും സൈനികവുമായിട്ടുള്ള ടൈറ്റിൽസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് സർ എന്ന് പറയുന്ന പോലെ രാജ,
ബഹാദൂർ എന്നൊക്കെയുള്ള ടൈറ്റിൽസ് ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്നു. അതെല്ലാം അബോളിഷ് ചെയ്തു. കാരണം എല്ലാ ജനങ്ങളും തുല്യരാണ്. അതുകൊണ്ട് ഒരു ടൈറ്റിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഡോക്ടർ ഒരു ടൈറ്റിലാണ്, വിദ്യാഭ്യാസപരമായ ടൈറ്റിലാണ്. പിന്നെ കേണൽ, മേജർ, ജനറൽ എന്നൊക്കെ പറഞ്ഞ് സൈനികമാണ്. ഈ 2 ടൈറ്റിൽസേ ഭരണഘടനയുടെ 18(1) അനുച്ഛേദം ആർട്ടിക്കിൾ 18(1) പ്രകാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറഞ്ഞൊരു ടൈറ്റിൽ കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് ഇതപര്യന്തമുള്ള ഒരൊറ്റ സർക്കാരും രാഷ്ട്രപിതാവ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ചോദിക്കും പത്മശ്രീ, ഭരത്, പത്മഭൂഷൺ എന്നൊക്കെ പറയാറുണ്ടല്ലോ. പത്മശ്രീ മോഹൻലാൽ, യേശുദാസ് എന്നൊക്കെ പത്മഭൂഷൺ യേശുദാസ് എന്നൊക്കെ പറയുമല്ലോ. അതോ നിയമവിരുദ്ധമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പത്മ പുരസ്കാരങ്ങൾ, ഭാരതരത്ന, ഉർവശി പട്ടം ഇതൊക്കെ ഒരു പ്രത്യേക ഒരു കഴിവിന് കൊടുക്കുന്നൊരു അംഗീകാരമാണ്. അത് ടൈറ്റിലല്ല, പേരിനൊപ്പം വെക്കാൻ പാടില്ല. നിയമവിരുദ്ധമാണ്. പത്മശ്രീ മോഹൻലാൽ എന്നൊരു നോട്ടീസ് അടിച്ചാൽ, അല്ല പത്മശ്രീ മമ്മൂട്ടി എന്നൊരു നോട്ടീസ് അടിച്ചാൽ നിയമവിരുദ്ധമാണ്. സുപ്രീം കോടതി പറഞ്ഞ് നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾ അടിക്കും. പിന്നെ ആർക്കും പരാതി, നമ്മുടെ മമ്മൂട്ടിയല്ലേ, നമ്മുടെ മോഹൻലാലല്ലേ, നമ്മുടെ യേശുദാസ് അല്ലേ എന്ന് പറഞ്ഞാൽ ആരും കേസിന് പോകത്തില്ല. കേസിന് പോയാൽ പണിയാ. അപ്പോൾ ഇന്ത്യയിൽ ടൈറ്റിലുകൾ നിരോധിച്ചിട്ടുണ്ട്. രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ്. അതിനൊരു എക്സെപ്ഷനുള്ള ഭരത് മുരളിയാണ്. മുരളി പേര് മാറ്റി, ഭരത് മുരളി പേരങ്ങ് മാറ്റി. ഭരത് ഗോപി, മുരളി ഭരത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഭരത് ഗോപി എന്ന് പേര് മാറ്റി. ഭരത് ഗോപി എന്ന് പേര് മാറ്റിയത് കൊണ്ട് പരസ്യം ചെയ്തു. പത്രത്തിൽ പേര് മാറ്റുന്നതിന് പത്രത്തിൽ പരസ്യം ചെയ്യണം. അത് ഈ പറയുന്ന പോലെ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ രാഷ്ട്രപിതാവ് ഗാന്ധി എന്ന് അങ്ങ് വിളിച്ചു പോകുന്നു. പിതാവെന്ന് അല്ല, രാഷ്ട്രപിതാവായിട്ട് ഗാന്ധിയെ അംഗീകരിച്ച് ഒരു സർക്കാർ ഉത്തരവിറക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നരേന്ദ്രമോദി ഇറക്കണമെന്നാണോ? അപ്പം 2014 വരെ ഭരിച്ചവരെന്താ ചെയ്യാതിരുന്നത്? വേണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിയൊക്കെ ചെയ്തിട്ട് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണെന്ന് ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണഘടനയുടെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ട് സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നുള്ള 2 വാക്കുകൾ പാർലമെൻറ്റ് ഇല്ലാത്തപ്പോൾ കുത്തിക്കെറ്റി ഭരണഘടന ഭേദഗതി ചെയ്ത ആളാണ് ഇന്ദിരാഗാന്ധി. ഭരണഘടന ഭേദഗതി ചെയ്തു നിയമവിരുദ്ധമായി, പാർലമെൻറ്റ് ഇല്ലാത്തപ്പോൾ. ഇനി അതിനു മുമ്പ് വരെ അംബേദ്കർ ഉണ്ടാക്കിയെന്ന് ഇവിടെ ഘോരഘോരം പറയുന്ന ഭരണഘടനയിൽ സോഷ്യലിസ്റ്റ് എന്നുള്ള, സെക്കുലർ, മതേതരം എന്നുള്ള വാക്കുണ്ടായിരുന്നില്ല. ഭരണഘടനയിലെ കുത്തും കോമയും വരെ ഭരണഘടനാ നിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു കുത്തെവിടെ ഇടണം, ഒരു കോമ എവിടെ വേണം എന്ന് തീരുമാനിച്ച അംബേദ്കർ ഉൾപ്പെടെയുള്ള ഈ ഭരണഘടനാ നിർമ്മാണ സമിതി 2 വർഷത്തിലേറെ ചർച്ച ചെയ്തുണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണെന്നോ മതേതര സെക്കുലർ രാജ്യമാണെന്നോ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അടിയന്തരാവസ്ഥയിൽ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ലംഘിച്ച് അടിയന്തരാവസ്ഥ വന്ന സമയത്ത് പാർലമെൻറ്റിനെ ബൈപ്പാസ് ചെയ്ത് ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധി എഴുതി ചേർത്താണ് ഈ 2 സെക്കുലർ, സോഷ്യലിസ്റ്റ് എന്നുള്ള 2 വാക്കുകൾ. അപ്പോൾ അംബേദ്കറുടെ ഭരണഘടന സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ഭരണഘടനയല്ല. സെക്കുലർ, സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കുകൾ ഇല്ലാത്ത ഭരണഘടനയാണ് ഇന്ത്യയിലെ ഒറിജിനൽ ഭരണഘടന. അതാണ് പാർലമെൻറ്റ് പുതിയ പാർലമെൻറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്തപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വിതരണം ചെയ്ത്. അതായത് ഒറിജിനൽ ഭരണഘടന, സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, സോവറിൻ ഡെമോക്രസി, ദ പീപ്പിൾ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് സോഷ്യലിസ്റ്റും. അപ്പോൾ ഇന്ത്യ സോഷ്യലിസ്റ്റ് രാജ്യവും അല്ല, സെക്കുലർ രാജ്യവുമല്ല, മതേതര രാജ്യവും ആവണ്ട എന്ന് ആര് തീരുമാനിച്ചിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതി. ഡോക്ടർ അംബേദ്കർ ഭരണഘടനയെ കാണിച്ചുകൊണ്ട് അംബേദ്കറുടെ പടം കാണിക്കുമല്ലോ. അംബേദ്കർ പറഞ്ഞിരുന്നു ഇന്ത്യ മതേതര രാജ്യം ആവണ്ട എന്ന്. അതെ, ഇത് ആർക്കും അറിയത്തില്ലേ? നമ്മൾ പറഞ്ഞത് സെക്കുലർ ഭരണഘടന എഴുതി വെച്ചാണ് ഭരണഘടനാ ശില്പികൾ, സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ജീവൻ കൊടുത്ത് നേടിയ സെക്കുലറിസം സംരക്ഷിക്കണം. തേങ്ങയാണ്, തേങ്ങ. സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം കൂടെ കൂടിയിരുന്ന് ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യ മതേതര രാജ്യം ആവണ്ട എന്നാണ് തീരുമാനിച്ചത്. ഇത് അറിയില്ല, ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട്. ജനാധിപത്യ വിരുദ്ധമായിട്ട് അടിയന്തരാവസ്ഥയുടെ സമയത്ത് പാർലമെൻറ്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ദിര നടത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് ജനാധിപത്യ വിരുദ്ധമാണ്. ഏത് 2 വാക്കുകൾ? മതേതരത്വം, സോഷ്യലിസം എന്ന വാക്കുകൾ. ഇത് പച്ച പരമാർത്ഥമാണ്. അതുപോട്ടെ. അപ്പം അങ്ങനെ വരെ ഭരണഘടന ഭേദഗതി ചെയ്ത ഇന്ദിരാഗാന്ധിക്കോ മകനോ ഒക്കെ, അല്ലെങ്കിൽ പിന്നീട് വന്ന പാവ സർക്കാരിനോ, മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിനോ ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് ഗാന്ധിയുടെ പേര് എടുത്ത് ബാലായിട്ട് വെച്ചിരിക്കുന്നവരാണ് ഇവർ. ഒരു താണവും ഇല്ലാതെ, അല്ലേ? ഗാന്ധിയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഇവർ ഈ ഗാന്ധി എന്നുള്ള വാലെടുത്ത് വെച്ച് ഗാന്ധിയുടെ പൈതൃകം അവകാശപ്പെടുന്ന ആളുകളാണ്. അതിന് ഒരു ലജ്ജയുമില്ലാത്ത ആളുകളാണ്. എന്നാൽ ഇവർക്ക് എന്തുകൊണ്ട് ഗാന്ധിയെ രാഷ്ട്രപിതാവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാടില്ലായിരുന്നു?
ചെയ്തില്ലല്ലോ. പിന്നെ നിങ്ങൾ നരേന്ദ്രമോദിയെ പഴിക്കുന്നത് എന്തിനാണ്? ഇനി നമ്മളിപ്പോൾ കാണുന്ന 500 രൂപ നോട്ടില്ലേ, ഈ 500 രൂപ നോട്ടിൽ കാണുന്ന ഗാന്ധിയുടെ ചിത്രം ഉണ്ടല്ലോ, നമ്മളെല്ലാവരും കരുതിയിരിക്കുന്നത് അത് ഒരു വരച്ച ചിത്രമാണെന്ന്. വരച്ച ചിത്രമല്ല. നമ്മളിപ്പോൾ നോട്ടിൽ കാണുന്ന ഗാന്ധി ചിത്രം വരച്ചതല്ല, ഒറിജിനൽ ഫോട്ടോയാണ്. അതായത് കൊൽക്കത്തയിലെ വൈസ്രോയി ഭവൻ, അതായത് ഇപ്പോഴത്തെ രാജ്ഭവൻ്റെ മുന്നിൽ ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരനായ ലോർഡ് ഫെഡറിക് വില്യം പെത്തിക് ലോറൻസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രഭുവാണ്. അയാളും ഗാന്ധിയും കൂടെ നിൽക്കുന്ന ഒരു ചിത്രത്തിൽ നിന്ന് ക്രോപ്പ് ചെയ്തെടുത്ത പടമാണിത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോർഡ് ഫെഡറിക് വില്യം പെത്തിക് ലോറൻസ് വന്നപ്പോൾ ഗാന്ധിയായിട്ട് നിൽക്കുന്നു. ആ ചിത്രം കണ്ടപ്പോൾ റിസർവ് ബാങ്ക് പറഞ്ഞു അത് കൊള്ളാം, ഗാന്ധിയുടെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം, ഇതുവരെ കിട്ടിയ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് ഈ ലോറൻസ് ആയിട്ട് നിൽക്കുന്നതെന്ന് കണ്ടിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നാണ് ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഗാന്ധി ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ള വിഖ്യാത ഫോട്ടോഗ്രാഫറായ ഹെൻറി കാർട്ടിയൻ പ്രസ്റ്റൈൻ ആയിരിക്കാം ഈ ചിത്രം എടുത്തത് എന്നും പറയപ്പെടുന്നുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം ഗാന്ധിയുടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ എടുത്തിട്ടുള്ളത് ഈ ഹെൻറിയാണ്. അതുകൊണ്ട് അദ്ദേഹം ആയിരിക്കുമെന്നും കരുതും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥിതി. ഇനി ഈ ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ മനസ്സിലായില്ലേ, ഗാന്ധിയുടെ ചിത്രം നോട്ടിൽ തന്നെ അച്ചടിച്ചിരിക്കണമെന്ന് ഒരു നിയമവുമില്ല. ഗാന്ധി രാഷ്ട്രപിതാവാണെന്ന് ചുമ്മാ ഒരു സൗകര്യത്തിന് വിളിക്കുന്നതാണ്. രാഷ്ട്രപിതാവൊന്നും അല്ലെന്നേ. രാഷ്ട്രപിതാവാണെന്നതിന് ഒരു രേഖയില്ല, ഒരു സർക്കാർ ഉത്തരവുമില്ല. വെറുതെ സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ടൊന്ന് വിളിച്ചു, അതിനുശേഷം ആളുകളെല്ലാം വിളിക്കുന്നു. നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല, രാഷ്ട്രപിതാവെന്ന് വിളിച്ചു. വേറെ പ്രശ്നമുണ്ട്, ഭാരത് മാതാവിനെ അംഗീകരിക്കത്തില്ലല്ലോ. അങ്ങനെ അപ്പോൾ രാഷ്ട്രത്തിൻ്റെ തന്തയെ അംഗീകരിക്കാൻ പറ്റുമോ? ജനാധിപത്യം ഇപ്പം ഈ ഭാരത് മാത എന്നുള്ള സങ്കല്പം എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ പറ്റാത്തത്? അത് ഒരു മുസ്ലിം മതവിശ്വാസികൾക്ക് ഒരു മാതാവില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ആ പിതാവ് ഉണ്ടാവുമോ രാഷ്ട്രത്തിൻ്റെ? അതൊരു പ്രശ്നമാണേ. ഭാരത് മാതാവിനെ അംഗീകരിക്കാത്തവർക്ക് എങ്ങനെ രാഷ്ട്രപിതാവിനെ രാഷ്ട്രത്തിന് പിതാവുണ്ടോ? അല്ലെ, സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള ഭാരതത്തിന് ഒരു 150 വർഷം മുൻപുള്ള മഹാത്മാഗാന്ധി അല്ല പിതാവ് എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു വസ്തുത. ശരിയാണ്. അതിന് വേദങ്ങളുടെയൊക്കെ വലിയ വലിയ പാരമ്പര്യമുണ്ട്. അപ്പം ആരാണ് പിതാവ്, പിതൃ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതെ, അതൊരു വലിയ പ്രശ്നമാണ്. അത് നമുക്ക് മറ്റൊരു വിഷയമാണ് നമുക്ക് സംസാരിക്കും. ഇനി മറ്റേ വിഷയം, രണ്ടാമത്തെ കാര്യം, ഇയാൾ പറഞ്ഞെന്താണ് ജോൺ ബ്രിട്ടാസ് ആദ്യഘട്ടം കഴിഞ്ഞു അല്ല, അത് ചർച്ച കഴിഞ്ഞു. പകരം വെക്കാൻ പോകുന്നത് ഹിന്ദു പ്രതീകങ്ങളായി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള രാജ്യം എന്നറിയോ? ഇന്തോനേഷ്യയുടെ നോട്ട് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ആ നോട്ടിൽ ഇടതുവശത്തായിട്ട് ഗണപതി ഇരിപ്പുണ്ട്. ഗണപതി, മുസ്ലിം രാജ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യത്ത് അവരുടെ കറൻസിയിൽ ഗണപതിയുണ്ട്. മുസ്ലിമുകൾക്ക് ഗണപതിയെ അംഗീകരിക്കാമെങ്കിൽ ഇന്ത്യയിലെ വിശ്വാസത്തിൻ്റെ ഭാഗമായി, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹൈന്ദവ സംസ്കാരത്തിലെ ഒരു പ്രതീകത്തെ അംഗീകരിച്ചുകൂടെ? ഇനി സിംഗപ്പൂരിൻ്റെ നോട്ടിൽ എന്താണെന്നറിയോ? ഗരുഡനുണ്ട്. ഗരുഡൻ. അവരുടെ എയർലൈൻസിൻ്റെ പേരെന്താ? ഗരുഡ എയർലൈൻസാണ്. ഗരുഡനാണ് സിംഗപ്പൂരിൻ്റെ നോട്ട്. പ്രേക്ഷകരെ കാണിക്കാം. അതുപോലെ നമ്മളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഗാന്ധിയുടെ പടമില്ലാത്ത 100 രൂപ നോട്ട്, 50 രൂപ നോട്ട്, 100 രൂപ നോട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു മൾട്ടി കളറുള്ള ഒരു 100 രൂപ നോട്ട്. അത് സമീപകാലത്ത് വരെ അത് പ്രചാരത്തിലുണ്ട്. ഇപ്പോഴും അതിന് വാലിഡിറ്റി ഉണ്ട്. ഇപ്പോൾ കൊടുത്താലും മാറും. പക്ഷെ ആര് പഴയ നോട്ടുകളാരും കൊടുക്കൂല. അപ്പോൾ ജോൺ ബ്രിട്ടാസെ ഗാന്ധിയുടെ നോട്ട് പടം വെച്ച് നോട്ടടിക്കാവുള്ളൂ എന്ന് ഇന്ത്യയിൽ ഒരു നിയമവുമില്ല. ഗാന്ധി മാത്രമല്ല, ഈ രാജ്യത്ത് മഹാരഥന്മാരായ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, സർദാർ പട്ടേലുണ്ട്. അങ്ങനെ ഒരുപാട് വലിയ രാജ്യം നിർമ്മിക്കാൻ വേണ്ടി, രാജ്യത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി പണിയെടുത്ത, ജീവിതം സമർപ്പിച്ച ഒരുപാട് ആളുകൾ വേറെയുമുണ്ട്. അവരെ നോട്ടിൽ വെച്ചു. ഗുരു നാനാക്കിനെ ഇന്ത്യയുടെ കറൻസിയിൽ വെച്ചാൽ എന്താ കുഴപ്പം? APJ അബ്ദുൽ കലാമിനെ വെച്ചാൽ എന്താ കുഴപ്പം? കഴിഞ്ഞ BJP സർക്കാർ ഇത് ആലോചിച്ചു എന്ന് പറഞ്ഞത്. APJ അബ്ദുൽ കലാമിൻ്റെ ചിത്രം ആർക്ക് എതിർക്കാൻ പറ്റും? ഇവരൊക്കെ ഭാരതത്തിൻ്റെ മഹാന്മാരായ പുത്രന്മാരല്ലേ. പട്ടേലിൻ്റെ ഝാൻസി റാണി വെച്ചുകൂടെ? ഭാരതത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ധീരവനിതയല്ലേ ഝാൻസി? മംഗൾ പാണ്ഡെ. ഇവരൊക്കെ വെച്ചുകൂടെ? എന്തിനാണ് ഒരു ഗാന്ധി മാത്രമേ ഉള്ളൂ? ഒരു ഗാന്ധി മാത്രം വാങ്ങി തന്ന ഒന്നുമല്ല സ്വാതന്ത്ര്യം. അപ്പോൾ ഗാന്ധിയെ മാറ്റിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഗാന്ധിയെ മാറ്റിയിട്ട് ഒരു ഹിന്ദു പ്രതീകം വെച്ചാൽ എന്താ കുഴപ്പമൊന്ന്? ഇന്തോനേഷ്യ നിങ്ങളെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല ഇതൊക്കെ പറയുന്നത്. അതാ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യയുടെ നോട്ടിൽ ഗണപതിയുണ്ട്, സിംഗപ്പൂരിൻ്റെ നോട്ടിൽ ഗരുഡനുമുണ്ട്. പിന്നെ ഇന്ത്യയുടെ നോട്ടിൽ പറ്റില്ല എന്ന് പറയുന്നൊരു യുക്തി എന്താ? വെറുതെ ബ്രിട്ടാസിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളാവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ മാത്രം ഇത് കേൾക്കും. ബ്രിട്ടാസ് വെറും ഒരു ബ്രിട്ടാസാണ് ഒറിജിനൽ മുന്നേ എന്ന് കാലം തെളിയിച്ചതാണ്. കാരണം ഓർക്കുന്നില്ലേ, PM ശ്രീ പദ്ധതി ഇവിടെ വന്ന് പാർട്ടി വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ പോയി, അവിടെ പോയി ഒത്തുതീർപ്പുണ്ടാക്കി മുന്നേ ആരാണെന്ന് തെളിയിച്ച ആളാണ്
ബൊട്ടാസ്. അതുകൊണ്ട് ബൊട്ടാസ് ഒരുപാടൊന്നും പറയണ്ട. ബൊട്ടാസിൻ്റെ ലക്ഷ്യം ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നത് തന്നെയാണ്.